الحمد لله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون أحمده وأشكره وأتوب إليه وأستغفره تفرد بالجلال والكمال وتنزه عن النظراء والأمثال وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله بالهدى ودين الحق فأقام الدين ونشر التوحيد وأوضح الشريعة حتى توفاه الله تعالى صلى الله عليه وبارك عليه وعلى آله وأصحابه أئمة الهدى وأنوار الدجى والتابعين لهم بإحسان إلى يوم الدين ما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ليس على الضعفاء ولا على المرضى ولا على الذين لا يجدون ما ينفقون حرج حتى إذا نصحوا لله ورسوله ما على المحسنين من سبيل والله غفور رحيم اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസികളെ റബ്ബുൽ ആലമീനെ അല്ലാഹുവെ ഭയപ്പെട്ട് അവന്റെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും കീഴടങ്ങി മുത്തഖികളായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ജീവിക്കുന്ന സമൂഹത്തിലെ പ്രബലരും സമ്പന്നന്മാരുമായ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ജനവിഭാഗമാണ് ദുർബലരായ പാവങ്ങൾ. പല കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൽ അവർ ദുർബലരായി അഥവാ ശക്തിയില്ലാത്തവരായി അബലരായി കണക്കാക്കപ്പെടുന്നുണ്ട്. സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനമെടുക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നാലുകളുടെ മുന്നിൽ എടുത്തു പറയാൻ പറ്റിയ ഒരു തറവാടിത്തമോ ഒരു ജോലിയോ ഇല്ലാത്തത് കൊണ്ട്, സമൂഹത്തിന് കണ്ണിൽ താഴേക്കിടയിൽ ജീവിക്കുന്നവർ എന്ന് പരിചയപ്പെടുത്തപ്പെട്ടവർ, വിശുദ്ധ ഖുർആൻ അവരെ അദ്ദുഅഫ എന്നാണ് പരിചയപ്പെടുത്തിയത്. സൂറത്ത് തൗബയിൽ 91-ാമത്തെ ആയത്തിൽ ലൈസ അലൽ ദുഅഫാഇ വലാ അലൽ മർദാ വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജ്. യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമില്ലാത്ത ആളുകളെ പ്രത്യേകമായി പറഞ്ഞ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞ കാര്യം ദുർബലരായ ആളുകൾക്കും അതേപോലെ തന്നെ രോഗികൾക്കും സാമ്പത്തികമായി ചെലവഴിക്കാൻ കഴിവില്ലാത്തവർക്കും യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല. യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അവർക്ക് എന്തില്ല, പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞെടുത്ത് അവിടെ പറഞ്ഞൊരു കാര്യമാണ് ദുഅഫ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളാൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾ, തന്റെ ഇടവും കയ്യൂക്കും ഇല്ലാത്തതിനാൽ കിട്ടേണ്ട നീതി നിഷേധിക്കപ്പെട്ട ആളുകൾ, അവരെ പറ്റിയും അൽ മുസ്തദഅഫീൻ എന്ന അർത്ഥത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ അഥവാ മറ്റുള്ളവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ചില ആളുകൾ. സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയില്ല, സ്വന്തമായ ഒരു കാര്യം ചെയ്യാൻ അവർക്ക് പലവിധ പ്രയാസങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മുസ്തദഅഫീന മിനൽ റിജാലി വന്നിസാ, സ്ത്രീകളുടെ കൂട്ടത്തിൽ അതേപോലെ തന്നെ പുരുഷന്മാരുടെ കൂട്ടത്തിൽ, വൽ വിൽദാൻ, കുട്ടികളുടെ കൂട്ടത്തിലും അടിച്ചമർത്തപ്പെട്ടവരുണ്ട്. ലാ യസ്തതീഊന ഹീലതൻ, യാതൊരു ഐഡിയയും സ്വീകരിക്കാൻ കഴിയാത്ത ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇൽ 98-ാമത്തെ ആയത്തിൽ പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുർബലർ എന്ന ഗണത്തിൽ സാധുക്കൾ, പാവപ്പെട്ടവർ, ആണും പെണ്ണും, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമുള്ളവർ, രോഗികൾ എന്നിവരെയാണ് വിശുദ്ധ ഖുർആനും സുന്നത്തും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നോക്കൂ നിങ്ങൾ, സ്വഹാബാക്കൾ അബിസീനിയ അഥവാ ഇന്നത്തെ എത്യോപ്യ, അവിടേക്കുള്ള 1ാമത്തെ ഹിജ്റയും കഴിഞ്ഞ് മദീനയ്ക്ക് തിരിച്ചു വരിക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അബിസീനിയയിലെ വിശേഷം, നിങ്ങളവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? ആ അബിസീനിയ ഹിജ്റയ്ക്ക് പങ്കെടുത്ത അനസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ, ഞാൻ കണ്ടൊരു കാര്യം,
ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മുന്നിലൂടെ വന്യവയോധികയായ വൃദ്ധയായ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ് അവർ. അവരുടെ തലയിൽ തഹ്മിലു അലാ റഅസി കുല്ല, ഒരു കുടം വെള്ളമുണ്ട്. ആ വെള്ളവും കൊണ്ട് ഇങ്ങനെ പോവേ. അവരിങ്ങനെ കടന്നു വരുമ്പോ പെട്ടെന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ എണീറ്റ് ചെന്ന് അവരുടെ തോളിൽ പിടിച്ചിങ്ങനെ കുലുക്കി അവരുടെ തലയിലുള്ള ആ കുടം വീണ് നേരെ അവരുടെ കാലിലേക്ക് വീണ് പൊട്ടുകയാണ്. ഞങ്ങൾ ഇങ്ങനെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. ആ സ്ത്രീ വളരെ സങ്കടത്തോടു കൂടി എണീറ്റുകൊണ്ട് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞ വാക്ക്, യാ ഗാദിർ യാ ലാലിം, ഏ അക്രമിയെ വഞ്ചക, ഏ അക്രമിയെ വഞ്ചക, ഫസൗഫ തഅലമു കൈഫ യകൂന അംരി വഅംറുക ഇൻദഹു ഗദൻ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെയും നിന്റെയും കാര്യത്തിലുള്ള തീരുമാനം എന്തായിരിക്കുമെന്ന് നിനക്കറിയുമോ? നിനക്ക് പിന്നീട് മനസ്സിലാവും. ഖദരി വഖദുക ഇൻദല്ലാഹ്, എന്റെയും നിന്റെയും കാര്യം അല്ലാഹ് അളന്ന് തിട്ടപ്പെടുത്തുന്ന ദിനം വരും, ആ ദിനം നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഭവം കേട്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ നിശബ്ദമായി ഇരുന്നിട്ട് റസൂൽ പറഞ്ഞു, സ്വദഖത്ത് സ്വദഖത്ത്. അവർ പറഞ്ഞത് എത്ര സത്യമാണ്, അവർ പറഞ്ഞ സത്യമാണ് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ വാക്കിനെ അംഗീകരിച്ചുകൊണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മത്തൻ ലാ യുഖദു ബിദഈഫിഹിം ബിശദീദിഹിം. കരുത്തന്മാരായ ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് പാവങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമൂഹത്തെ അല്ലാഹു പരിശുദ്ധരാക്കുന്നത്, എങ്ങനെയാണ് ഒരു സമൂഹത്തെ നന്നാക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മത്തൻ ലാ യുഖദു ബിദഈഫിഹാ ബിശദീദിഹാ ഹഖ്ഖ വഹുവ ഗൈറ മുതഅതഇൻ. ശക്തരിൽ നിന്ന് അവർ ഉപദ്രവിക്കുമെന്ന് ഭയപ്പെടാതെ ദുർബലർക്ക് കിട്ടേണ്ട അവകാശം, അവർക്ക് ലഭിക്കേണ്ട നീതി വാങ്ങിക്കൊടുക്കാത്ത ഒരു സമൂഹം എങ്ങനെ നന്നാകും? ശക്തനായ ഒരു അക്രമി ഒരു പാവപ്പെട്ടവനെ ആക്രമിക്കുമ്പോൾ അവന്റെ കരം പിടിക്കാൻ, അവനെ തടയാൻ കഴിയാത്ത പക്ഷം എങ്ങനെ ഒരു സമൂഹം നന്നാവാനാ? എങ്ങനെ ഒരു സമൂഹം ശുദ്ധീകരിക്കപ്പെടാനാ? എങ്ങനെ ഒരു സമൂഹം അവർക്ക് എങ്ങനെ പുരോഗതി ഉണ്ടാവാനാ? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ന്യൂനപക്ഷം, കുറഞ്ഞ ആളുകൾ മുസ്ലിം സമൂഹം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? നമ്മൾ ചിന്തിക്കണം എങ്ങനെ നമ്മൾ ആയിത്തീരുന്നത്. ഈ സംഭവത്തിൽ ഒന്നാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കേണ്ടത്, ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം ഉയർത്തിയത് സമൂഹത്തിലെ ദുർബലരായ ആളുകൾക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ സ്ത്രീ വിഭാഗത്തിന് വേണ്ടിയാണ്. അതാണ് നമ്മുടെ വിഷയത്തിലെ രണ്ടാമത്തെ ദുർബലരായ വീക്കായ ആളുകൾ, അവർ സ്ത്രീകളാണ് അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ ഭൂമിയിൽ പിറന്നു വീഴാൻ പോലും ഫ്രീഡം ഇല്ലാത്ത സ്ത്രീ എന്ന പരിപാവനമായ വ്യക്തിത്വത്തിന് അസ്തിത്വം ഉണ്ടാക്കുകയാണ്, എക്സിസ്റ്റൻസ് ഉണ്ടാക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി ചെയ്തത്. ലോകത്ത് സ്ത്രീ ജനത്തിന്റെ അവകാശ പ്രഖ്യാപനം മുഹമ്മദ് റസൂലുള്ള പ്രഖ്യാപിച്ചതുപോലെ ലോകത്തൊരു നേതാവും പ്രഖ്യാപിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് മാത്രമായ ഒരു നിയമം ഉണ്ടാക്കിയത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ലോകത്തൊരാളും ചെയ്തിട്ടില്ല. സ്ത്രീകൾക്ക് വാദിക്കാൻ വേണ്ടി രംഗത്ത് ഒരുപാട് ആളുകളുണ്ട് അല്ലേ? അറേബ്യൻ സമൂഹം സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേടിക്കൊടുത്തു. ഭർത്താവ് മരിച്ചാൽ അല്ലെങ്കിൽ ത്വലാഖ് ചെല്ലപ്പെട്ടാൽ മരണം വരെയും ആരും തിരിഞ്ഞു നോക്കാതെ അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീ സമൂഹം. ആ വിധവകളെ പുനർവിവാഹത്തിന് അവകാശം നൽകി. ഉമ്മയെന്ന മാതാവെന്ന കുടുംബത്തിലെ ഏറ്റവും വലിയവളായി 3 മടങ്ങ്, ഉപ്പയേക്കാൾ 3 മടങ്ങ് ശ്രേഷ്ഠത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീക്ക് കൽപ്പിച്ചു കൊടുത്തു, മാതാവിന് കൽപ്പിച്ചു കൊടുത്തു, ഭാര്യയ്ക്ക് കൽപ്പിച്ചു കൊടുത്തു. ഹജ്ജത്തുൽ വിദാ തന്റെ വിടവാങ്ങൽ ഖുതുബയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളോട് നിങ്ങൾ ഗുണകാംക്ഷയോടെ നിങ്ങൾ ഉപദേശിക്കണേ. സ്ത്രീകളോട് നിങ്ങൾ വയലന്റ് ആകരുത്, അവരോട് തട്ടിക്കേറരുത്, ചവിട്ടടിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവരോട് ഗുണകാംക്ഷയോടെ നിങ്ങൾ പെരുമാറണം എന്ന് പറഞ്ഞാൽ ഐഖബലു വസിയതി ബിഹിന്ന, സ്ത്രീകളുടെ കാര്യത്തിലുള്ള വസിയത്ത് നിങ്ങൾ സ്വീകരിക്കണേ. വർഫഖൂ ബിഹിന്ന, അവരോട് മൃദുവായി നിങ്ങൾ പെരുമാറണേ. വഹ്സനൂ ഇസ്റതഹുന്ന, ഏറ്റവും നല്ല മാന്യമായ രീതിയിൽ അവരോട് പെരുമാറണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞു, സൂറത്ത് നിസാ 19 ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി വർത്തിക്കണം. ഫൈൻ കരീതുമൂഹുന്ന, അവരുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയേക്കാം. ഫഅസാ അൻ തക്റഹൂ ശൈഅൻ, നിങ്ങൾക്ക് വെറുപ്പുള്ളത് ചിലപ്പോ വയജഅലുല്ലാഹു ഫീ ഖൈറൻ കതീറാ, ധാരാളം അല്ലാഹു അതിൽ നന്മ നിശ്ചയിച്ചേക്കാം. വിശുദ്ധ ഖുർആൻ പ്രതീക്ഷ നൽകിയ സ്ത്രീകളുടെ കാര്യത്തിൽ നന്നാവില്ല എന്ന് പറയണ്ട.
ഇല്ല. എത്ര ഉപദേശിച്ചിട്ടും ഇല്ല, ഒരു വകുപ്പുമില്ല, ഒരു ചാൻസും ഇല്ല എന്ന് പറയണ്ട. അതാണ് നിങ്ങൾക്ക് വളരെ വെറുപ്പുണ്ടാക്കുന്ന ചില സ്വഭാവങ്ങൾ അവർക്കുണ്ടേ. എന്നിട്ടല്ല നിങ്ങൾക്കറിയാത്ത ഒരുപാട് നന്മകൾ അതിലുണ്ടാവും. നമ്മോട് പറയണം അല്ലേ? ഞാൻ അടക്കമുള്ള ഭർത്താക്കന്മാരോട്, എൻ്റെ മുന്നിലിരിക്കുന്ന ഉപ്പമാരോടും എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമുക്കൊപ്പം നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവൾ, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്കാവും. അവരോട് സ്നേഹത്തോടെയും കാരുണ്യത്തോടെയും നമുക്ക് പെരുമാറാൻ കഴിയണം. തിന്നാനും കുടിക്കാനും ഉടുക്കാനും കൊടുത്താൽ അതിനപ്പുറത്ത് അതിനേക്കാളൊക്കെ അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് ഒരു തലോടലാണ്, ഒരു ആശ്വാസവാക്കാണ്, ഒരു ചേർത്ത് പിടിക്കലാണ്. അത് അവരുടെ അവകാശമാണെന്ന് നിഷേധിക്കരുത്. നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്ര നല്ല മാതൃകയാണ് കാണിച്ചു തന്നത്. സഫിയ റളിയല്ലാഹു അൻഹ പറയും, ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാനി, ചിലപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് പുറപ്പെട്ടു, ചില ഭാര്യമാരുമായിട്ടാണ് പോവാ. അന്ന് എന്നെ കൂട്ടിയ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പോയത്. വഴി കുറച്ച് മുന്നിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് എന്റെ വാഹനം അവിടെ നിന്നുപോയി. എന്റെ ഒട്ടകം മുട്ടുകുത്തി. ഉള്ളതിൽ വാഹനങ്ങളിൽ ഏറ്റവും നല്ല വാഹനം എന്റേതായിരുന്നു. പെട്ടെന്ന് ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ എനിക്ക് അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങാൻ വല്ലാത്തൊരു പ്രയാസമുണ്ടായി. എനിക്ക് മാനസികമായ വിഷമുണ്ടാക്കി. ഞാൻ കരഞ്ഞുപോയി, വല്ലാത്ത കരച്ചിലായി പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നുകൊണ്ട് റസൂലിന്റെ തോളിൽ കിടന്ന് തട്ടമെടുത്തുകൊണ്ട് എൻ്റെ കവിളിൽ ഇങ്ങനെ കണ്ണുനീര് തുടച്ചു തരികയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനാണെങ്കിലോ റസൂൽ എന്നെ ആശ്വസിപ്പിക്കുമ്പോഴൊക്കെ എന്റെ കരച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയാണ് കരയല്ല 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 എന്ന് പറഞ്ഞെന്നെ അല്ലാഹുവിന്റെ റസൂൽ മാറോട് ചേർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്ത്രീകളുടെ നേച്ചർ അങ്ങനെ. സമാധാനിപ്പിക്കും തോറും, അവരാശ്വസിപ്പിക്കും തോറും അവർക്ക് സങ്കടം കൂടുകയുണ്ടാകും. കുറേ ഒരു ഇമോഷണൽ ഹാർട്ടാണ് അവരുടെ ഉള്ളത്. അതുകൊണ്ടാണ് അവരോട് അത്രയും മാന്യമായി പെരുമാറണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചത്. ലോകം കണ്ട ഏറ്റവും നല്ല ഉമ്മമാരുടെ സ്ത്രീ സഹജമായ ദൗർബല്യം, മനസ്സിന്റെ നൈർമല്യവും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉമ്മമാർ, പെങ്ങന്മാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാഖിസാതു അഖ്ലിൻ വദീൻ, മതപരമായി അവർക്ക് ചില ന്യൂനതകളുണ്ട്, സ്ത്രീകൾക്കുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപരമായും ചില ന്യൂനതകൾ അവർക്കുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരുടെ ദൗർബല്യങ്ങളും കുറവുകൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ, സഹിച്ചേ പറ്റൂ. അവർക്കൊരു വളവുണ്ട്, ജന്മന ഒരു വളവുണ്ട്. അത് വളച്ചു പൊട്ടിക്കാൻ, ആ ബെൻഡോട് കൂടി സ്നേഹിക്കാനും അവരോട് കാരുണ്യപൂർവ്വം പെരുമാറാനും നമുക്ക് സാധിക്കണം. അത് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. നോക്ക്, മറ്റൊരു യാത്രക്കിടെ അഞ്ചശ എന്ന പേരുള്ള ഒരു പയ്യൻ നന്നായി പാടാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ ആ പയ്യനുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ യാത്രയിൽ വളരെ ക്ഷീണിച്ചു ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ആവേശം പകരാനായി നല്ല മനോഹരമായി പാട്ട് പാടാൻ കഴിയുന്ന ഒരു പയ്യനുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ടീനേജ്, ഒരു പ്രായക്കാരനായ ഒരു അഞ്ചശ. അയാൾ ഇങ്ങനെ വല്ലാണ്ട് പാടിക്കൊണ്ടെന്ന് റസൂൽ പറഞ്ഞു, മെല്ലെ പതുക്കെ അഞ്ചശ, പതുക്കെ ആ മിനുസമുള്ള ആ പളുങ്ങുകളോട്, ആ ഡയമണ്ട്സിനോട് നീ വളരെ മൃദുലമായി, വളരെ സോഫ്റ്റായി പെരുമാറ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നിങ്ങൾ ആലോചിച്ച്, ഒട്ടകങ്ങൾ വേഗത്തിൽ ഓടിയാൽ ആ ഒട്ടകപ്പുറത്തിരിക്കുന്ന സ്ത്രീകളാകുന്ന ഡയമണ്ട് അത് വീണ് പൊട്ടിപ്പോകുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച്, പിടങ്ങിയിരിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ഒരു ഭാര്യ എന്ന നിലയിൽ അവളുടെ വികാരങ്ങളെ മാനിക്കാൻ, അവളുടെ കണ്ണീരൊപ്പാൻ നമ്മുടെ ഈഗോ പലപ്പോഴും സമ്മതിക്കാറുണ്ടോ? നമ്മൾ ആണാണെന്നൊരു അഹം പോലെ നമ്മളെ വല്ലാതെ ധരിക്കും. അപ്പൊ ഒന്ന് താഴ്ന്നു കൊടുക്കാൻ നമ്മൾ മസിൽ പിടിച്ച് നിൽക്കുക ചെയ്യും. അത് വേണ്ടെന്നാ പറയും. ഞാനൊരു പുരുഷനാണ്, ഞാനൊരു ഭർത്താവാണ്, പെണ്ണിന് മുമ്പിൽ താഴുന്നത് മോശമല്ലേ? ആ അഹംബോധം പലപ്പോഴും നമ്മളെ ഭരിച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഇപ്പോഴും ഭരിക്കുന്നില്ല. ആ ദുരഭിമാനത്തിൽ പൊള്ളിപ്പിടയുന്ന തന്റെ നല്ല പാതിയുടെ, തന്റെ ലൈഫ് പാർട്ട്ണറുടെ മനസ്സ് കാണാൻ നമുക്ക് പലപ്പോഴും കഴിയാറുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ എത്ര മധുരോദാരമായാണ്, എത്ര സോഫ്റ്റായിട്ട് നമ്മൾ പെരുമാറുന്നു ചിന്തിച്ചു നോക്കിയാൽ ഇല്ലേ? നാട്ടുകാരുടെ ആണ് സ്വന്തം ഭാര്യയോട് ഏറ്റവും മോശമായി പെരുമാറുന്നവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടാ കാര്യം? എന്താ കാര്യം? ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടായിട്ടാ കാര്യം? വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജിലെ ജുമുഅ ഖുതുബയിൽ സ്ത്രീകളുടെ കാര്യത്തിൽ
വളരെ ശ്രദ്ധ പുലർത്തണമെന്നാണ് ആണുങ്ങളോട് പറയുന്നതിനിടയിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട്, തീർച്ചയായും അവർ നിങ്ങളുടെ നിയന്ത്രണത്തിലും നിങ്ങളുടെ ആശ്രയത്തിലും കഴിയുന്നവരാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ആണുങ്ങളെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കുന്നവരാണവർ. അതുകൊണ്ട് അവരുടെ കാര്യം ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. ഇനി രണ്ടാമത്തെ വിഭാഗം ദുർബലരായി കണക്കാക്കപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗം കുട്ടികളാണ്. അവിടെ വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാനായി നിൽക്കും. അപ്പുറത്തുനിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കും. റസൂൽ നമസ്കാരം ചുരുക്കുമെന്ന് നമ്മൾ പലതവണ ഹദീസുകളിൽ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടികളോടുള്ള കാരുണ്യം കൊണ്ടാണ്. സമൂഹത്തിലെ ദുർബലരായി കഴിവില്ലാത്തവരായി പരിഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം കുട്ടികളാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, വല്ലം യുവക്കിർ യർഹം സഗീറനാ വയുവക്കിർ കബീറനാ ലൈസ മിന്നാ. മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ, ചെറിയവരോട് കരുണ കാണിക്കാത്തവർ മുസ്ലിമല്ല, നമ്മിൽ പെട്ടവരല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാളനയും വാത്സല്യവും അവർക്ക് ലഭിക്കേണ്ട പ്രായമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ബാല്യം. ഇബ്നു ബത്താർ റളിയല്ലാഹു അൻഹു നമ്മോട് ചോദിക്കാൻ പറയാൻ, അബുൽ ആസ് റളിയല്ലാഹു അൻഹു തന്റെ മകൾ ഉമാമയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ തോളിലിരുത്തി അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോഴല്ല അല്ലേ, ആ റസൂലല്ലേ നമ്മോട് ഖുശൂ വേണമെന്ന് പറഞ്ഞ നമസ്കാരത്തിൽ അല്ലേ? ആ റസൂലല്ലേ നമ്മൾ പഠിപ്പിച്ച ഖുശൂ വേണമെന്ന്. അപ്പോ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആളുടെ ഇങ്ങനെ പെരടിയിൽ കഴുത്തിൽ ഒരു കുട്ടിയെ കയറി ഇട്ടത് കൊണ്ട് നമസ്കാരത്തിന് ഭംഗമൊന്നും വരുന്നില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. കുട്ടികളോടുള്ള കാരുണ്യം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ കാന അർഹമ ബിൽ ഇയാരി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോട് റസൂലിനെ പോലെ കരുണ കാണിക്കുന്നവർ ഒരാളുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ തന്റെ മകന് സമ്മാനമായി കൊടുത്തു എന്ന് അഭിമാനപൂർവ്വം ഒരു പിതാവ് പറഞ്ഞപ്പോൾ, താങ്കൾക്ക് ഇനിയും മക്കളുണ്ടോ, അവനും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചുകൊണ്ട് മക്കൾക്കിടയിലുള്ള വേർതിരിവ് റസൂൽ അന്നേക്ക് ഇല്ലാതാക്കി. കുട്ടികൾക്ക് സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ട്, അവകാശങ്ങളുണ്ട്, അത് നാം അംഗീകരിക്കണം. ഒരു സരസ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത് സൈഡിൽ കുറച്ച് കുട്ടികൾ ഇരിപ്പുണ്ട്, വേറെയും ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇടതുഭാഗത്ത് പ്രായമുള്ള കുറെ ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തോ കുടിക്കാനുള്ള ഒരു പാനീയം കൊണ്ടു കൊടുത്തു. റസൂൽ നോക്കുമ്പോൾ വലതുഭാഗത്ത് ഒരു കുട്ടി ഇരിപ്പുണ്ട്, ഇടതുഭാഗത്ത് വയസ്സന്മാരായ ആളുകളുണ്ട്. അപ്പൊ റസൂൽ ആ വയസ്സന്മാരായ ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഈ കുട്ടിയോട് പെർമിഷൻ ചോദിക്കുകയാണ്. ഇവർക്ക് കൊടുത്തേക്കട്ടെ, ഇവർക്ക് കൊടുത്തേക്കട്ടെ. കുട്ടിയുടെ മറുപടി, വല്ലാഹി ലാ യാ റസൂലല്ലാഹ് ലാ ഊസിറ ബിനസീബി. വലതുവശത്തു നിന്നാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു മര്യാദയിൽ എനിക്ക് കിട്ടേണ്ട അവകാശം ഇല്ല, ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല എന്നാ കുട്ടി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, നീ ധിക്കാരിയാണെന്ന് പറഞ്ഞില്ല, നീ മുതിർന്നവരെ ബഹുമാനിച്ചൂടെ എന്നൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയോട് ചോദിച്ചില്ല. കുട്ടിയുടെ അവകാശം അല്ലാഹുവിന്റെ റസൂൽ വകവെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കണ്ടോ? അവരും കൊതിക്കുന്നുണ്ട് നമ്മളാകുന്ന ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ചിലതൊക്കെയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനെ പറ്റി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായ ഫാത്തിമയെ പറ്റി അല്ലാഹുവാണ് ഫാത്തിമ നടക്കുന്നത് കണ്ടാൽ ആയിഷ റളിയല്ലാഹു പറയണം, അതുപോലെ റസൂലിനെ പോലെ എല്ലാം രൂപത്തിലും നടത്തത്തിലും ഭാവത്തിലും എല്ലാം ഇതുപോലൊരു മകളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുക അല്ലേ? മകൾ ഫാത്തിമ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, പ്രിയപ്പെട്ട നമുക്ക് മക്കളുണ്ട്, ഇനി റസൂൽ ചെയ്യുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊന്നും നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആയിഷ ഫാത്തിമ വരുമ്പോ റസൂൽ അങ്ങോട്ട് നടന്ന് എഴുന്നേറ്റ് ചെല്ലും. അവളുടെ കൈ പിടിച്ച് കയ്യിൽ ചുംബിച്ച് താൻ ഇരിക്കുന്നിടത്ത് അവിടെ പിടിച്ചിരുത്തും അല്ലാഹുവിന്റെ റസൂൽ. റസൂൽ കൈ പിടിച്ചുകൊണ്ട് അവരുടെ മൂർധാവിൽ ഇങ്ങനെ ചുംബിക്കും, നെറ്റിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ വെക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചുംബിക്കാറുണ്ട്. പക്ഷെ അവർ വരുമ്പോൾ എഴുന്നേറ്റു എന്ന് നമ്മുടെ സീറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോടുള്ള നബിയുടെ പെരുമാറ്റം എങ്ങനെയാണ് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ? അവരിരുന്നാൽ അതല്ല, നമ്മൾ ഇരുന്ന സീറ്റിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കുകയാണോ നമ്മൾ ചെയ്യുക? ചിന്തിച്ചു. വാത്സല്യവും ലാളനയും അവരുടെ അവകാശമാണ് പ്രിയപ്പെട്ടവരെ, അത് നാം ഒരിക്കലും നിഷേധിക്കരുത്. വലുതായി പോയില്ല എന്ന് കരുതണ്ട, അത് എപ്പോഴും ആകാം അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ വാത്സല്യം എങ്ങനെ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യമായി ഒരു നമസ്കാരം നമസ്കരിച്ചു. ഞാൻ കുട്ടിയാണ്, ഞാൻ ആദ്യമായിട്ട് റസൂലിനോട് ഞാൻ പള്ളിയിൽ നമസ്കരിക്കാൻ.
എന്നിട്ട് റസൂൽ അവിടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ വഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പോയി. നോക്കുമ്പോൾ റസൂലിനെ സ്വീകരിക്കാൻ കുറെ കുട്ടികൾ ഓടി വരും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കുട്ടിയുടെ കബറിസ്ഥാനത്തിൽ ഇങ്ങനെ തടവുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ഓരോരുത്തരെയും. അപ്പൊ ഞാനും ചെന്നു റസൂലിനോട് നബിയെ എന്നെയും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞ് എന്റെ മുഖത്ത് ഇങ്ങനെ കവിളിൽ തടവുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പോലെ ഇത്ര സോഫ്റ്റ് ആയ കൈ ഇന്നലെ ഞാൻ കണ്ടിട്ടില്ല. ഇനി നോക്കണം പ്രിയപ്പെട്ടവരെ, ദുർബലരുടെ കൂട്ടത്തിലെ മറ്റൊരു വിഭാഗം അനാഥകളാണ്, യതീം കുട്ടികളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി ഉഖരിജു ഹഖ്ഖൽ ദഈഫൈൻ, ദുർബലരായ രണ്ട് വിഭാഗത്തിന്റെ അവകാശത്തിന്റെ കാര്യത്തിൽ ലംഘിച്ചാൽ അത് കുറ്റകരമായി ഞാൻ കാണുന്നുണ്ട്. അതിൽ എണ്ണിയത് രണ്ട് കൂട്ടരാണ്. അതിലൊന്ന് അനാഥകളാണ്. എന്റെ മനസ്സ് നബിയെ കല്ല് പോലെ ഹാർഡായി പോയി, ഒന്ന് സോഫ്റ്റ് ആവാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അതുഹിബ്ബു യലീന ഖൽബു, നിന്റെ ഹൃദയം ഒന്ന് ലോലമാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? വതുദിരിക ഹാജത, നീ നിന്റെ ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാകാൻ നിനക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇർഹമിൽ യതീം, നീ അനാഥയോട് കരുണ കാണിക്കണം. വംസഹ് റഅസ, അവന്റെ മൂർധാവിൽ തലയിലൊന്ന് തടവണം. അത്ഇമു മൻ തആമി, നീ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കണം. യലിൻ ഖൽബു, നിന്റെ ഹൃദയം ലോലമായി തീരും, സോഫ്റ്റ് ആയി തീരും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ദുർബലരായി പരിഗണിക്കപ്പെട്ട മറ്റു വിഭാഗങ്ങളാണ് പെൺമക്കളും നമ്മുടെ പെങ്ങന്മാരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ആല ഖാമ യഹ്താജൂന ഇലൈഹി ഇബ്നു തൈയ ഉസലാ ഔ ഉഖ്തൈൻ, രണ്ട് പെങ്ങന്മാർ അല്ലെങ്കിൽ രണ്ട് പെൺമക്കളുള്ളവർ, അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു ഒന്നുകിൽ ആ പെങ്ങന്മാരെ കെട്ടിച്ചു വിടുന്നത് വരെ, നമ്മുടെ സഹോദരിമാരെ അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കുന്നത് വരെ അവരുടെ കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ മരിച്ചു പിരിയുന്നത് വരെയും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുന്തു അന വഹുവ ഫിൽ ജന്നതി കഹാതീൻ, ഇതുപോലെ ഞാൻ അവൻ സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാചകൻ പറഞ്ഞു, മൂന്ന് പെൺമക്കളുണ്ടായി അല്ലെങ്കിൽ മൂന്ന് പെങ്ങന്മാരുണ്ടായി. അവരുടെ ഏറ്റവും നല്ല നിലയിൽ പെരുമാറിയാൽ അവരുടെ കാര്യത്തിൽ അല്ലാഹുവെ ഭയപ്പെട്ടാൽ ഫലഹുൽ ജന്ന, സ്വർഗ്ഗമാണ് അവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരൊന്ന് മനസ്സിലാക്കേണ്ടത്, മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മളല്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്തിനെന്നറിയോ ചോദിച്ചാൽ, നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടി എന്നല്ലേ നമ്മൾ പറയുന്നത്? തീർച്ചയായും അത് വെറുതെയാവില്ല. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൻകാന ഖർദ യസ്ആല വലദിഹി സിഗാറൻ, ചെറിയ പറക്കമുറ്റാത്ത മക്കളെ പോറ്റാൻ വേണ്ടിയാണ് അവന്റെ അധ്വാനമെങ്കിൽ, അവൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നുവെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും അല്ലേ എത്ര പോറ്റിയാലും നന്ദിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പരിഭവിക്കരുത്. മക്കളും ചെറിയ മക്കളാണ്, അവർ കുർത്തക്കേട് കാണിക്കും, പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നന്ദിയില്ലാത്തവരെന്ന് പറയുമ്പോൾ നമ്മുടെ നിയത്തിനാണ് കാര്യമായി ബാധിക്കുക. നമ്മുടെ പകലത്തെ അധ്വാനം, രാത്രിയിലെ അധ്വാനം വെറുതെ ആയിരിക്കും. നമുക്ക് കാത്തുരക്ഷിക്കുമാറാണ്. ഞാൻ പറഞ്ഞ വളരെ ഗൗരവമായി. ഇനി നോക്കി, നാം ചേർത്ത് പിടിക്കേണ്ട, കെയർ ചെയ്യേണ്ട ദുർബലരിലെ മറ്റൊരു വിഭാഗമാണ് വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ, മരണപ്പെട്ടു പോയവർ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഇ അലൽ അർമില, വിധവകളെ സംരക്ഷിക്കുന്നവർ, കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് നടത്തുന്നവനെ പോലെയാണ്. അവിൽ ഖായിമിൽ ലൈലി വസ്സായിമിൻ നഹാർ, പകലെ രാത്രി നമസ്കരിക്കുന്നവനും പകല് നോമ്പെടുക്കുന്നവനെയും പോലെയാണ്. എന്തുമാത്രം സ്ഥാനമാണുള്ളത്. ആലോചിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഡയലോഗ് അടിച്ചതാണോ നമ്മളെ പോലെ? അല്ലല്ലോ, അത് നടപ്പിലാക്കി പ്രാക്ടിക്കലാക്കി കാണിച്ചെന്നില്ലേ? റസൂലിന്റെ ഭാര്യമാരിൽ ആയിഷ ഒഴികെയുള്ള എല്ലാ ഭാര്യമാരും വിധവകളാണ്. നമ്മൾ ആലോചിച്ചതൊക്കെ ജീവിതത്തിന്റെ ഒഴുക്കിൽ തുരുത്തിൽ എവിടെയോ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ, തന്റെ പുരുഷൻ തന്നെ തനിച്ചാക്കി പോയപ്പോൾ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ സമൂഹത്തിൽ എത്രയുണ്ട്? ചുറ്റിനും മക്കളും സ്വത്തും സൗഭാഗ്യമൊക്കെ ഉണ്ടായിട്ടും ഒരാണിന്റെ കൂട്ട് കൊതിക്കുന്ന സഹോദരിമാരെ പുനർവിവാഹം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള സംവിധാനം വേണം. പാതി വഴിയിൽ നിലച്ചുപോയ അവരുടെ വിവാഹ ജീവിതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ നാം എവിടെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇസ്ലാമിലെ വിവാഹം എന്നത് മഹത്തായ കർമ്മം, ഒരു സാമൂഹിക ബാധ്യതയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് നൂറിലെ ആയത്താണ്.
അല്ലേ? നോക്ക്, അബൂസലമിന്റെ വിധവയെ അറിയില്ലേ? മുസ്ലിമീൻ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ആലോചിച്ച് ചെന്നപ്പോൾ അവർക്ക് കുറെ തടസ്സങ്ങൾ പറഞ്ഞു. അവർ ഒന്നാമതായി പറഞ്ഞെന്നറിയുന്നു, നബിയെ എനിക്കേറെ പ്രായമുണ്ട് നബിയെ, 6 മക്കളുണ്ട്, എന്റെ സൗന്ദര്യം എല്ലാം പോയി, പ്രാരാബ്ധക്കാരിയാണ് ഞാൻ, സാമ്പത്തികമായി വളരെ പ്രയാസമുണ്ട്, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. റസൂൽ എങ്ങനെയെങ്കിലും അവരെ ആലോചന ഒഴിവാക്കാൻ വേണ്ടി അവർ പറഞ്ഞതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തേന് മറുപടി വാർദ്ധക്യം എല്ലാവർക്കും അസ്തം പോയി, രണ്ടാമത്തത് കുട്ടികളുടെ കാര്യത്തിലല്ലേ, അള്ളാഹുവിന് നമ്മുടെ കൂടെ, മൂന്നാമത്തെ നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ലേ, അള്ളാഹുവോട് ഞാൻ ദുആ ചെയ്യാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നമുക്കൊരു വിധവയെ ഏറ്റെടുക്കുമ്പോൾ പിന്നെന്ത് പറയാൻ കഴിയുക? ഉമ്മു സലമയ്ക്ക് പിന്നെ തടസ്സമാണ് പറയാൻ കഴിയുക. അല്ലാഹുവിന്റെ റസൂൽ അവരെ ചേർത്ത് പിടിക്കുക. പ്രായത്തിൽ മുതിർന്നവര്, വാർദ്ധക്യം ബാധിച്ചവര്, അവരാണ് ദുർബലരുടെ മറ്റൊരു വിഭാഗം. കിബാറു സിന്നി വശിയൂ, പ്രായമുള്ള ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം നമ്മൾ. മുസ്ലിം, വൃദ്ധനായ ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ നമ്മൾ ആദരിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അത്താലല്ലാഹു ഫീ ഉംരി, നമ്മുടെ ആയുസ് വർദ്ധിക്കാൻ കാരണം. പ്രായമുള്ള ആളുകളെ കെയർ ചെയ്യുക, അവരെ ബഹുമാനിക്കുക. അല്ലാഹു നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു തരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വഖയ്യദ ലഹു മൻ യുഹ്സിനു ലഹു ഫീ കിബരിഹി, ഈ അങ്ങനെ പ്രായമുള്ള ആളുകൾ ആദരിച്ചാൽ ഇവൻ വയസ്സാകുമ്പോ ഇവനെ ആദരിക്കാൻ വേറെ ചില ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അല്ലാഹു കൊണ്ടുവരും, ഏർപ്പെടുത്തും. നന്മയ്ക്ക് പകരം നന്മയല്ലാതെ മറ്റെന്താണുള്ളത് പ്രിയപ്പെട്ടവരെ? ആലോചിച്ച് നോക്ക്. അത് റസൂൽ നമ്മോട് പറയും, ഏതൊരു വൃദ്ധനെ നമ്മൾ ആദരിച്ചു, അവൻ വൃദ്ധനാകുമ്പോൾ അവനെ ആദരിക്കാൻ ആളെ ഏർപ്പെടുത്തും. ആളെ ഏർപ്പെടുത്തുന്ന പറഞ്ഞ് നമ്മളെ ബഹുമാനിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മെ പഠിപ്പിച്ചു, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, പ്രവാചകൻ പ്രായമുള്ളവരോട് എങ്ങനെയാണ് പെരുമാറിയത് നോക്ക്. അബൂ ഖുഹാഫ കേട്ടിട്ടുണ്ട് നിങ്ങൾ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉപ്പയാണ്. അദ്ദേഹത്തിന് ഉഹദ് യുദ്ധ ദിവസം കൊണ്ടുവരും, തോളത്തിരുത്തിയിട്ട് കൊണ്ടുവരാണ് സ്വന്തം ഉപ്പയെ. ആകെ നരച്ച്, ഒരു മുടി പോലും കറുത്ത മുടിയില്ല, നല്ല വെള്ളി തിളങ്ങുന്നത് പോലെ താടിയും മുടിയുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്റെ പിതാവിനെ തോളിലിരുത്തി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ റസൂൽ പറയണ്ടാവും, അഖറത്ത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാഹു, ഉപ്പയെ വീട്ടിൽ ഇരുത്തിയാൽ പോരായിരുന്നു, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിക്കുന്നത് കണ്ടോ? വൃദ്ധരെ എന്തിനാ അദ്ദേഹത്തെ തോളിലിരുത്തി ഇത്ര പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? വീട്ടിലിരുത്തിയാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? ആര് പറയാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രായമുള്ളവരിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടവരാണ് വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ. മന്ത്ലി നമ്മൾ ഉമ്മക്ക് ഉപ്പക്ക് കൊടുക്കുന്ന ചിലവുണ്ട്, അല്ലേ? അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത വെറുപ്പുണ്ട്. എത്രയോ മക്കളുണ്ട്, ഞാൻ തന്നെ കൊടുക്കണോ? പെങ്ങളുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അനിയുണ്ട്, അനിയത്തിയുണ്ട്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ തലമുണ്ടാക്കണ്ട. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് റസൂലിന്റെ മുന്നിലൂടെ നല്ല കരുത്തനായ നല്ല ചെറുപ്പക്കാരൻ, വളരെ കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന നല്ല ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകളൊക്കെ റസൂലിനോട് പറയണം, റസൂലെ ഈ ആരോഗ്യവും ഇയാളതൊക്കെ ഈ ഒരു ചുറുചുറുക്കുമൊക്കെ അള്ളാഹിന്റെ മാർഗത്തിലാണ് ചെലവഴിച്ചെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഇൻകാന ഖർദിയസ, അയാളുടെ ആ പോക്ക് അല വലദി സിഗാറുൻ ഫഹു സബീൽ, ചെറിയ മക്കൾക്ക് അധ്വാനിക്കാൻ വേണ്ടിയാണെങ്കിൽ അള്ളാഹിന്റെ മാർഗത്തിലാണ്. തീർന്നില്ല, വൃദ്ധരായ മാതാപിതാക്കളെ പോറ്റാൻ വേണ്ടിയാണ് അവന്റെ പുറപ്പാടെങ്കിൽ അവനും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. സ്വന്തം ജീവൻ നിലനിർത്താൻ ആരോട് യാചിക്കാതെ കൈനീട്ടാതെ അധ്വാനിക്കാൻ വേണ്ടിയാണ് അവൻ പുറപ്പെടുന്നതെങ്കിൽ അവനും അള്ളാഹിന്റെ മാർഗത്തിലാണ്. പക്ഷെ നീയത്തുണ്ടാവും, അവിടെ നമ്മൾ അധ്വാനിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാണുമ്പോൾ നമ്മൾ നന്ദി കെട്ട വാക്കും പറയും, നമ്മുടെ കൂലി നമ്മളിൽ നിന്ന് ഇല്ലാതാക്കി. പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, നമ്മുടെ സദഖ സ്വീകരിക്കുവാനാകട്ടെ. നമ്മൾ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ സദഖ അത് സ്വീകരിക്കണോ? 2 കാര്യം നിങ്ങൾ എടുത്തു പറയരുത്, അതിൽ നിങ്ങൾ റിയാ ഉണ്ടാകരുത്, നിങ്ങൾ സദഖ മാത്രമായിരിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക്. അതുപോലെ പാവപ്പെട്ടവർ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ അണ്ടറിൽ, നമ്മുടെ കീഴിൽ പണി ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ വേലക്കാർ, നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന ആളുകൾ, നമുക്ക് വേണ്ടി പണിക്ക് വരുന്നത്, നിങ്ങളുടെ സഹോദരങ്ങളാണ്. ജഅലഹുമുല്ലാഹു തഅതീകും, നിങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ, കൺട്രോളിൽ
ജീവിക്കുന്നവരാണവർ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെയും കൂട്ടി ഭക്ഷണം കൊടുക്കണം. അവൻ ധരിക്കുന്നെങ്കിൽ അവരെയും ധരിപ്പിക്കണം. അവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം അവരോട് ചെയ്യാൻ പറഞ്ഞിരുന്നു. എങ്ങനെ പൈസ കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തേയല്ലേ, അവന്റെ പണിക്കാരനല്ലേ, അവൻ ചെയ്യേണ്ടല്ലേ, നല്ല ചിന്തിക്കേണ്ടത്. പിന്നെ പ്രയാസമുള്ള കാര്യം അവനോട് പറയരുത്. നിങ്ങൾ അങ്ങനെ പ്രയാസമുള്ള കാര്യം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവരെ കൂടെ നിങ്ങൾ സഹായിക്കണം. റസൂൽ എങ്ങനെയാണ് അവരൊക്കെ ചേർത്ത് പിടിച്ചെന്നറിയോ? ദുർബലരായ ആളുകളെ, പാവങ്ങളെയൊക്കെ ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, റസൂൽ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ദുർബലരായ ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റിസ്ക് നൽകപ്പെടുന്നത് അവരിലൂടെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി വളരെ കൃത്യമായി പറയും. ഇനി കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് ദുർബലരെ ചേർത്ത് പിടിക്കണം. അത് അവരെ സഹായിച്ചാൽ, അവരുടെ കരുണ കാണിച്ചാൽ നമുക്ക് എന്തും അതുകൊണ്ടാണ് നേട്ടമെന്നൊക്കെ കൃത്യമായി പഠിക്കാറുണ്ട്. അല്ലാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൃത്യമായി വിലയിരുത്തി ഈ അധകൃതരായ അല്ലെങ്കിൽ പാവങ്ങളെന്ന് പരിഗണിക്കപ്പെടുന്ന കരുതപ്പെടുന്ന ആളുകളോട് പരസ്പരം കരുണയും ദയാവായ്പും സ്നേഹവും കാരുണ്യം കാണിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹൽ തുൻസറൂന വ തുർസഖൂന ബിദുഅഫാ. നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നുവെങ്കിൽ, അവൻ റിസ്ക് നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ, നിങ്ങളിലെ ഈ പാവപ്പെട്ടവർ, ദുർബലരും വീക്കായിട്ടുള്ള ആളുകളെ നിങ്ങൾ പരിഗണിക്കുന്നതിലൂടെയാണ്. നമ്മുടെ മിടുക്കോ നമ്മുടെ ഇബാദത്തോ കൊണ്ടല്ല. നേരത്തെ പറഞ്ഞ എണ്ണി പറഞ്ഞ എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ അവരാണ് ആദ്യമെന്ന് നബി പറഞ്ഞു. അലാ ഖുബിറുക്കും ബിഅഹ്ലിൽ ജന്ന. സ്വർഗ്ഗവാസികളിൽ ആദ്യം പ്രവേശിക്കുന്നവർ ആരാണെന്ന് പറഞ്ഞു തരട്ടെ. കുല്ലു ദഈഫിൻ മുതദഇഫിൻ. റസൂൽ പറയുന്നു, ദുർബലരായി കാണുന്ന ആളുകൾ, ദുർബലരായി കണക്കാക്കപ്പെടുന്ന ആളുകൾ. എന്നിട്ട് പറഞ്ഞു, അലാ ഖുബിറുക്കും ബിഅഹ്ലിൻ നാർ. നരകവാസികളിൽ ആരാണെന്ന് പറഞ്ഞു തരട്ടെ. ആദ്യം കുല്ലു ഉതൂവിൻ ജവാദിൻ മുസ്തക്ബിർ. പരുഷമായ മോശമായ സ്വഭാവമുള്ള അഹങ്കാരിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മോട് പറഞ്ഞത് ദുർബലരിലൂടെ നമുക്ക് എങ്ങനെയാണ് സഹായം അല്ലാഹു ലഭിക്കുക എന്ന്, അല്ലാഹുവിന്റെ സഹായം കിട്ടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. യുൻസറുൽ മുസ്ലിമൂന, ഒന്നാമതായി ദുആഉൽ മുസ്തഗ്ഫീൻ. ഇങ്ങനെ സമൂഹത്തിൽ താഴേക്കിടയിൽ ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ദുആ കൊണ്ടാണ് ഒന്നാമതായി അല്ലാഹുവിന്റെ സഹായം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ പറഞ്ഞു, ഇന്നമാ തുൻസറൂന വ തുർസഖൂന ബിദുആഫായിക്കും. രണ്ടാമതായി അവിടെ പറഞ്ഞത് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളത് മുഴുവൻ പട്ടിണിപ്പാവങ്ങളായിരുന്നു, അല്ലേ? അതിനെ സംബന്ധിച്ച് ജിബ്രീൽ ബത്താൽ പറഞ്ഞത്, ഈ സമൂഹത്തിൽ നമ്മൾക്ക് പാവങ്ങളായി കാണുന്ന ദുർബലരായി എണ്ണി പറഞ്ഞില്ലേ, അവരാണ് ഏറ്റവും അധികം നല്ല ഇഖ്ലാസുള്ള ആളുകൾ, നല്ല ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന ആളുകൾ. ഇബാദത്തിൽ അങ്ങേറ്റം ഖുശൂ ഉള്ളവരും അവർ തന്നെയാണ്, അല്ലേ? അവർക്ക് പണമില്ലാത്തത് കൊണ്ട് ദുനിയാവുമായി ബന്ധപ്പെട്ട ചിന്തകളിലെല്ലാം അവരുടെ മനസ്സ്. അപ്പൊ അതിനൊക്കെ വിട്ട് ഇബാദത്തെടുക്കാനും ഖുശൂ കാണിക്കാനും അവരുടെ മനസ്സിന് കൂടുതൽ സമയം കിട്ടുന്നവർക്ക്. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ദുആ, അവരിലൂടെ നിങ്ങൾക്ക് അള്ളാഹു റിസ്ക് നൽകുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കൃത്യമായി നമുക്ക് അല്ലാഹു അവരുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാൻ നമുക്ക്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ പരിഗണിക്കും. പാവങ്ങളെ ഒഴിവാക്കിയിട്ട് പാവപ്പെട്ടവരെ ഒഴിവാക്കി പണക്കാരെ മാത്രം കല്യാണത്തിന് വിളിക്കുന്ന പിന്നെ സദസ്സിൽ പോലും പങ്കെടുക്കരുത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? വീടിന് ചുറ്റുമുള്ള നാട്ടിൽ കണ്ടാൽ പരിചയമുള്ള ആളുകളെ ഒഴിവാക്കിയിട്ട് സമൂഹത്തിലെ രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഒക്കെ വളരെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് അവരെ ക്ഷണിക്കുക, അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്നത് ആ സദസ്സിൽ പോലും പങ്കെടുക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് വിശ്വാസികൾ എന്ന് പറയുമ്പോൾ തഖ്വ കൊണ്ടല്ലാതെ നമുക്ക് ആരേക്കാൾ ഒരു സ്ഥാനമില്ല. അത് എല്ലാവരെയും സമന്മാരായി നമുക്ക് കാണാൻ സാധിക്കണം. ആ നിലക്ക് അവരെ ചേർത്ത് പിടിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ നിലക്ക് പ്രയാസപ്പെടുന്ന നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങൾ, വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കൾ, വൃദ്ധരായ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലാഹു എല്ലാവർക്കും അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഏത് നിലക്കായുള്ള പ്രയാസങ്ങളായും അല്ലാഹു അതിന് ആശ്വാസം നൽകുമാറാകട്ടെ. രോഗികളായി കിടക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. ഖുർആനിൽ പ്രത്യേകം വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു അവരുടെ ഹലാലായ മുറാദുകളൊക്കെയും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനാ അൽ ജന്നത മഅൽ അബ്റാർ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.